ഈ ചുണ്ട എന്ന് പറയുന്ന പ്രദേശം CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ പ്രദേശമാണ്. അവിടെ RSSൻ്റെ പ്രവർത്തകന്മാർക്ക് ഊരുവിലക്ക് പ്രഖ്യാപിച്ച ഒരു പ്രദേശമാണ് ചുണ്ട. ആ ചുണ്ടയിൽ RSSൻ്റെയും BJPയുടെയും പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടെടുത്തൊരു പ്രദേശമാണ് ചുണ്ട. ഞങ്ങളുടെ സ്വയംസേവകർ RSSൻ്റെ പ്രവർത്തകന്മാർ ഈ ചുണ്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് ശാഖ നടത്തുന്ന സമയത്താണ് CPMൻ്റെ ഒരു പറ്റം ആളുകൾ ശാഖ ആക്രമിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാത്രിയാണ്, ഇരുടാണ്. ഈ സമയത്ത് 10-25ഓളം ആളുകൾ ശാഖ ആക്രമിക്കുന്ന സമയത്ത് ഉണ്ടായ ചെറിയ സംഘർഷത്തിലാണ് ഈ CPMൻ്റെ പ്രവർത്തകനോടെ കൊല്ലപ്പെട്ടത്. പരിക്ക് നമുക്കറിയാം, ചെറിയൊരു പരിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായുള്ളൂ. പക്ഷേ അന്ന് പോലീസ് ഏകപക്ഷീയമായ രീതിയിൽ നിരവധി ആളുകളുടെ പേരിൽ ആ പ്രദേശത്ത് ഇല്ലാത്ത ആളുടെ പേരിൽ പോലും അന്ന് കേസ് ചാർജ് ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് CPMൻ്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകരെ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിൻ്റെ രീതി. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് ഈ കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ സാക്ഷിമൊഴി പ്രതികൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി പ്രതികളെ ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രതികളുടെ നിരപരാധി തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മേൽക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ പ്രതികളെയും ഒരുമിച്ച് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും വിധിയിലില്ല, ഇതിലില്ല. കേസിൻ്റെ ഡയറി പരിശോധിച്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ, പ്രതികളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.